നമസ്കാരം. വ്യവസായ ബിസിനസ് രംഗങ്ങളിൽ ഇന്ത്യയിലെ പ്രമുഖ സ്ഥാനീയരായ അദാനി ഗ്രൂപ്പ് സാമ്പത്തിക തലത്തിൽ പുരോഗതി കൈവരിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി കമ്പനിയുടെ പേരിന് മങ്ങലേൽപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടും അതിനെയെല്ലാം മറികടന്ന് പ്രതീക്ഷാ നിർഭരമായ ചുവടുവയ്പുകളാണ് അദാനി ഗ്രൂപ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ കമ്പനി വായ്പകൾ എടുക്കുന്നതിൽ ഏറെ കരുതലും ജാഗ്രതയുമാണ് പുലർത്തിപ്പോരുന്നത്. അതിനുള്ള തെളിവ് കമ്പനിയുടെ പുതിയ കണക്കുകൾ നൽകുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ അദാനി ഗ്രൂപ്പിന്റെ കടം 20% മാത്രമാണ് വർദ്ധിച്ചിട്ടുള്ളത്. ഈ വായ്പകളാകട്ടെ ആഭ്യന്തര ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. വെറും 2 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ബാങ്കുകളുടെ എക്സ്പോഷർ $15 ബില്യൺ വർദ്ധിച്ചുവെന്നതും ശ്രദ്ധേയമാണ്. മുൻ വർഷങ്ങളിൽ ഗൗതം അദാനിയുടെ അദാനി ഗ്രൂപ്പിനെതിരെ US ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമായ ഹിൻഡൻബർഗ് റിസർച്ച് ചില ആരോപണങ്ങൾ ഉയർത്തി രംഗത്ത് വരികയുണ്ടായി. അദാനി ഗ്രൂപ്പിന്റെ കയ്യിൽ പണമില്ലെന്നും ഈ ഗ്രൂപ്പ് ഓടുന്നതെന്നുമായിരുന്നു ഹിൻഡൻബർഗ് റിസർച്ച് ഉയർത്തിക്കാണിച്ച പ്രധാന ആരോപണം. അതോടെ ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പിന് തകർച്ച നേരിട്ടു. എന്നാൽ നിലവിൽ കൃത്യമായ ആസൂത്രണത്തിലൂടെയും ശ്രദ്ധേയ നീക്കങ്ങളിലൂടെയും അദാനി ഗ്രൂപ്പ് തിരിച്ചു വരുന്നതായാണ് കാണുന്നതെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രാദേശിക ധനസ്രോതസ്സുകളെ കൂടുതൽ ആശ്രയിക്കുന്ന രീതിയാണ് അദാനി ഗ്രൂപ്പ് നിലവിൽ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. 2025 ജൂൺ വരെയുള്ള കണക്കുകൾ അനുസരിച്ച് ഏകദേശം 2.6 ലക്ഷം കോടി രൂപ, അതായത് അദാനി ഗ്രൂപ്പിന്റെ ആകെയുള്ള വായ്പകളുടെ പകുതിയോളം ആഭ്യന്തര വായ്പാദാതാക്കളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പലിശ നിരക്ക് കുറച്ചതാണ് ഈ മാറ്റത്തിന് പ്രധാന കാരണമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. റിസർവ് ബാങ്കിന്റെ പലിശ നിരക്ക് കുറഞ്ഞതോടെ ഇന്ത്യയിൽ നിന്നും വായ്പ എടുക്കുന്നത് കമ്പനിയെ സംബന്ധിച്ച് ചെലവ് കുറഞ്ഞ മാർഗമായി തീർന്നു. അങ്ങനെ അദാനി ഗ്രൂപ്പിന്റെ വായ്പകളുടെ 50% രൂപയിൽ ഉള്ളതായി മാറി. അതായത് അത് ഡോളർ വായ്പകൾക്ക് തുല്യമായിരിക്കുന്നു. സർക്കാർ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളിൽ നിന്നുള്ള വായ്പകൾ കഴിഞ്ഞ വർഷത്തെ 13% നിന്ന് ഇത്തവണ 18% വർദ്ധിച്ചിരിക്കുകയാണ്. അതേസമയം ഡോളർ ബോണ്ടുകൾ വഴിയുള്ള ധനസമാഹരണം മുമ്പ് 31% ഇപ്പോൾ 23% കുറഞ്ഞിരിക്കുന്നതായി കാണാം. വിദേശ ബാങ്കുകളിൽ നിന്നുള്ള ഡോളർ വായ്പകളും 28% നിന്ന് 27% എത്തി നിൽക്കുകയാണ്. അതുപോലെ തന്നെ സ്വകാര്യ ബാങ്കുകൾ അവരുടെ എക്സ്പോഷർ 2% നിലനിർത്തുകയും ചെയ്യുന്നു. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം അദാനി ഗ്രൂപ്പിന്റെ കൈവശം 60,000 കോടി രൂപയുടെ ക്യാഷ് റിസർവ് ആണ് ഉള്ളത്. ഇത് മൊത്തം കടത്തിന്റെ 1/4 വരും. നിലവിൽ വരുമാന കണക്കുകളിലും അദാനി ഗ്രൂപ്പ് നിക്ഷേപകരെയും വിപണികളെയും അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. 2025 സാമ്പത്തിക വർഷത്തിൽ 89,806 കോടി രൂപയുടെ റെക്കോർഡ് EBITDA രേഖപ്പെടുത്താൻ ഈ ഗ്രൂപ്പിന് കഴിഞ്ഞു. ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് 8.2% കൂടുതലാണ്. അദാനി ഗ്രൂപ്പിൽ ഇന്ത്യൻ കമ്പനികളുടെ വായ്പാ നിക്ഷേപം വർദ്ധിച്ചത് കഴിഞ്ഞ 2 വർഷത്തിനിടെയാണെന്നും റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നു. ഏകദേശം 1.3 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യൻ കമ്പനികൾ അദാനി ഗ്രൂപ്പിന് വായ്പയായി നൽകിയിരിക്കുന്നത്. ഈ കമ്പനിയുടെ 90% വരുമാനവും AA റേറ്റിംഗിലുള്ള അസറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ വായ്പയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള കമ്പനികൾക്ക് വായ്പ നൽകാൻ പ്രാദേശിക വിദേശ സാമ്പത്തിക കമ്പനികൾ തയ്യാറാകുന്നത്. നിലവിൽ ഏതാണ്ട് 200-ലധികം വിദേശ കമ്പനികളാണ് അദാനി ഗ്രൂപ്പിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇക്കാരണങ്ങളാൽ കമ്പനിയുടെ നിലവിലെ പ്രവർത്തന റിപ്പോർട്ട് ഏറെ പ്രതീക്ഷ പകരുന്നതാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 89,806 കോടി രൂപയുടെ റെക്കോർഡ് EBITDA അഥവാ പലിശ, നികുതി എന്നിവയ്ക്ക് മുമ്പുള്ള വരുമാനമാണ് കമ്പനിക്ക് കൈവരിക്കാൻ കഴിഞ്ഞത്. അതുകൂടാതെ നികുതിക്ക് ശേഷമുള്ള വരുമാനം 40,565 കോടി രൂപയിലെത്തിക്കാനും അദാനി ഗ്രൂപ്പിനായി. വാർത്തയുടെ നിറം തേടി തനിനിറം.